ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗമാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് റിനൈസൻസ് വന്നതോടുകൂടി അവിടുത്തെ ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം ഇങ്ങനെ പല മേഖലകളിലും മാറ്റം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ മേഖലകളിലും എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് റിനൈസൻസ് ആർട്ടാണ്. അതിൽ മിഡിൽ ഏജസിലെ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ റിനൈസൻസ് പെയിൻറ്റിങ്ങും തമ്മിൽ ഡിഫറൻ്റ് ആയിരുന്നു എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. രണ്ട് ചിത്രങ്ങൾ തന്നിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ രണ്ട് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഒന്നാമത്തത്, മിഡിൽ ഏജ് പെയിൻറ്റിങ്സ് ടെൻഡ് ടു എംഫസിസ് സ്പിരിച്വൽ തീംസ് ആണ്. അതായത് ആഞ്ചൽസ്, ഹെവൻലി റെയിംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാലാഖമാരുണ്ടാവുക, അതുപോലെ തന്നെ സ്വർഗത്തിനെ പറ്റിയിട്ട് അല്ലേ, സ്വർഗത്തിൻ്റെ സ്വർഗ കവാടങ്ങളിൽ സ്വർഗീയത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മാലാഖമാർ, ഇവരെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു ആത്മീയ ഘടകത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു മധ്യകാലഘട്ടത്തിലെ ചിത്രം. എന്നാൽ റിനൈസൻസ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഫോക്കസ് ഓൺ ദ ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ ഫോം, ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറലിസ്റ്റിക് യൂസ് ഓഫ് കളേഴ്സാണ്. അപ്പോൾ എന്താ മറ്റൊരു വ്യത്യാസം? ഈ ഹ്യൂമനിസത്തിൻ്റെ അതല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ കല അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിയോ? ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. റിയലിസ്റ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെ കാണുന്നോ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ പറ്റിയിട്ട്, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രയോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഊന്നൽ കൊടുത്തിട്ടായിരുന്നു ഈ നവോത്ഥാന കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നത്. അപ്പം മിഡിൽ ഏജിലെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്ത സമയത്ത് നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രങ്ങൾ എങ്ങനെയായിരുന്നു? ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് അതുപോലെ നിറങ്ങൾക്ക് ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എങ്ങനെയാണോ അത് നാച്ചുറലി ഉള്ളത് അതേപടി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിനൈസൻസ് പെയിൻറ്റിങ്ങുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പം പെയിൻറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസൻറ്റ് ചെയ്തിരുന്നത് ഹ്യൂമൻ ഫോംസ് വിത്ത് റിമാർക്കബിൾ ആക്യുറസി എന്നാണ്. വളരെ കൃത്യമായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട് അല്ലേ, അതിൻ്റെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടെ അവതരിപ്പിക്കുന്ന മെറ്റിക്കുലസ് അറ്റൻഷൻ എന്നാണ്. വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന വിധത്തിലായിരുന്നു പെയിൻറ്റിങ്ങുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ അവർ പ്രത്യേകിച്ച് ഇത്രയും സൂക്ഷ്മതയോട് കൂടിയൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഹ്യൂമൻ അനാട്ടമി അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ശരീരശാസ്ത്രം. അപ്പോൾ മനുഷ്യൻ്റെ ശരീരശാസ്ത്രം അറിയാവുന്ന ഒരാൾക്ക് ഓരോരോ അവയവങ്ങളെയൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചിത്രീകരിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർ റേഷണലിസത്തിനെയും ഹ്യൂമൻ ഇമോഷൻസിനെയും ഒക്കെ ചിത്രീകരിച്ചിരുന്നു. അപ്പോൾ വികാരങ്ങൾക്ക്, ഇപ്പോൾ കരയുന്നതോ ചിരിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കറക്റ്റായിട്ട് ചിത്രീകരിക്കാനായിട്ട് ആർക്ക് സാധിച്ചിരുന്നു? ഈ നവോത്ഥാന കാലത്തെ പെയിൻറ്റേഴ്സിന് സാധിച്ചിരുന്നു എന്നാണ്. പിന്നെ തീംസ് സെലക്ട് ചെയ്തത് അവർ തിയോളജിയിൽ നിന്നാണ്. തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള തീംസാണ് അവർ സെലക്ട് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവസിദ്ധാന്തങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം അവരുടെ പ്രമേയങ്ങളിൽ കൊടുത്തിരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ചിത്രങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ പ്രത്യേകതകളാണ് പറയുന്നത് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ലാൻഡ്സ്കേപ്സ്, യൂസ് ഓഫ് കളർ ടു ഇല്ലിസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്, റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി, ദ യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റ്, പോർട്രേറ്റ്സ്, ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ് എന്നാണ്. അപ്പോൾ ലാൻഡ്സ്കേപ്സിനെ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭൂദൃശ്യങ്ങൾ, ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് അവർ ചിത്രീകരിക്കുന്നുണ്ട്. നിറങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പ്രകാശത്തെയും അകലത്തെയും ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വർണ്ണങ്ങൾ പലതരത്തിലുള്ള വർണ്ണങ്ങൾ കൊടുത്തിട്ട് അവർ ചിത്രീകരിച്ചിരുന്നു എന്നുള്ള.
പിന്നെ മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ചിത്രീകരണമാണ്, ഒരു റിയലിസ്റ്റിക് എങ്ങനെയാണോ കാണുന്നത് അതേപടി ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പിന്നെ എണ്ണഛായാചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു, പിന്നെ ഛായാചിത്രങ്ങൾ വരെയുണ്ടായിരുന്നു. പിന്നെ എന്താണ്, മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണമാണ് അവരുടെ ചിത്രങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിത്രത്തിൻ്റെ ഇതാ കാണിട്ടുള്ളത്. എഗണി ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ചിത്രം, അഗണി ഇൻ ദ ഗാർഡൻ, അത് ചിത്രീകരിച്ചിരിക്കുന്നത് ആരാണെന്നറിയോ? ജിയോവന്നി ബെല്ലിനി എന്ന് പറയുന്ന ഒരു പെയിൻറ്ററാണ്. ജിയോവന്നി ബെല്ലിനി, അഗണി ഇൻ ദ ഗാർഡൻ. അപ്പോൾ ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഒരു പൂന്തോട്ടത്തിലെ വേദനയാണ്. പൂന്തോട്ടത്തിലെ വേദന എന്ന് പറഞ്ഞാൽ ഒലീവ് പർവ്വതത്തിൽ ക്രിസ്തു മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അവിടെ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന, അല്ലേ, റോമൻ പടയാളികൾ വരുന്നതായിട്ട് കാണിക്കുന്ന ഒരു ചിത്രം ആണ് എഗണി ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചിത്രം പൂന്തോട്ടത്തിലെ വേദന എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എഗണി ഇൻ ദ ഗാർഡൻ, ജിയോവന്നി ബെല്ലിനി. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നതിന് സാധ്യതയുള്ളതാണ്. പിന്നെ മറ്റൊരു ചിത്രമാണ് പിയാറോ ഡെല്ല ഫ്രാൻസിസ്ക, വലിയൊരു പേരും തന്നെ, പിയാറോ ഡെല്ല ഫ്രാൻസിസ്ക. ആ ചിത്രകാരൻ വരച്ച ചിത്രമാണ് ഏതെന്നറിയോ? പ്രശസ്തമായിട്ടുള്ള ഡെപിക് ഓഫ് ഫ്രെഡറിക്കോ ഡ മൊണ്ടഫെൽട്രോ ആൻഡ് ബാറ്റിസ്റ്റ സ്ഫോസ എന്ന് പറയും. ഡെപിക് ഓഫ് ഫ്രെഡറിക്കോ ഡ മൊണ്ടഫെൽട്രോ ഒന്ന്, മറ്റൊന്ന് ബാറ്റിസ്റ്റ സ്ഫോസ. ഈ 2 ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ചിത്രകാരൻ്റെ പേരാണ് പിയാറോ ഡെല്ല ഫ്രാൻസിസ്ക എന്ന് പറയുന്നത്. പിയാറോ ഡെല്ല ഫ്രാൻസിസ്ക. പിന്നെ മറ്റൊരു ചിത്രകാരൻ എന്ന് പറയുന്നത് മസാച്ചിയോ ആണ്. മസാച്ചിയോ എന്ന് പറയുന്ന മറ്റൊരു ചിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ വാൾ പെയിൻറ്റിംഗ് ആണ്, ചുമർ ചിത്രങ്ങളാണ് വരച്ചിരുന്നത്. ഇത് പിന്നെ ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും വൃത്താകാരത്തിലുള്ളത് ആയിരിക്കും. അതുപോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് തോന്നുന്ന ചിത്രങ്ങളായിരിക്കും എന്നാണ് ആ ചിത്രത്തിൻ്റെ പ്രത്യേകത. ദേ ആർ റൗണ്ട് ഇൻ ഷേപ്പ് ആൻഡ് സീംഡ് ടു പ്രൊട്രൂഡ് ഫ്രം ദ സർഫേസ് എന്നാണ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ, അല്ലേ, റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ചിത്രങ്ങളാണ് മസാച്ചിയോയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു ചിത്രമാണ് ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സപ്പർ, അതേപോലെ മൊണാലിസ, 2 വേൾഡ് ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസയും അതേപോലെ തന്നെ ലാസ്റ്റ് സപ്പറും. ആ ചിത്രങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ പെയിൻറ്റിങ്സ് ഡൺ ഓൺ ദ സീലിംഗ് ഓഫ് ദ സിസ്റ്റീൻ ചാപ്പൽ അറ്റ് വത്തിക്കാൻ. മറ്റൊരു ചിത്രകാരൻ്റെ, അതായത് മൈക്കൽ ആഞ്ചലോ എന്ന് പറയുന്ന ചിത്രകാരൻ്റെ ചിത്രങ്ങളാണ് പെയിൻറ്റിങ്ങുകൾ. ഇവിടെ വാൾ പെയിൻറ്റിങ് തന്നെയാണ്. സീലിംഗ് ഓഫ് ദ സിസ്റ്റീൻ ചാപ്പൽ അറ്റ് വത്തിക്കാൻ, വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ അതിൻ്റെ സീലിങ്ങിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അത് 2 പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ്. ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ചിത്രവും അതുപോലെ തന്നെ ഈ വത്തിക്കാനിലെ പിന്നെ ഈ സിസ്റ്റീൻ ചാപ്പലിൻ്റെ സീലിങ്ങിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളും പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. ഇനി അതുപോലെ തന്നെ അപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രകാരൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അന്ത്യവിധിയാണ്, അന്ത്യവിധി. പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പെയിൻറ്റിങ് എവിടെയുള്ളതാണ്? വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ വരച്ചിട്ടുള്ള ചുമർ ചിത്രങ്ങൾ. ഇനി മറ്റൊരു പെയിൻറ്റർ എന്ന് പറയുന്നത് റഫേലാണ്. റഫേൽ, അതുപോലെ തന്നെ ടിറ്റാനും അതേപോലെ തന്നെ റഫേലും. ഇവർ 2 ചിത്രകാരന്മാരുണ്ട്. ടിഷ്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ ടിഷ്യൻ കേട്ടോ, അല്ലെങ്കിൽ റഫേൽ. ഇവർ 2 ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ജീവിയായിട്ട് ചിത്രീകരിക്കുന്നതാണ്.
പിന്നെ റാഫേലിൻ്റെ ചിത്രത്തിൻ്റെയൊക്കെ പ്രത്യേകത. വളരെ ബുദ്ധിജീവിയായിട്ട് മനുഷ്യനെ ചിത്രീകരിക്കുക എന്നുള്ളതാണ് റാഫേലിൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ചിത്രകലയെ പറ്റിയിട്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുകളെ പറ്റിയിട്ടുള്ള ഈ ഭാഗം ഒന്ന് നന്നായിട്ട് വായിക്കുക. 1 മാർക്കിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. ടിഷ്യൻ, പിന്നെ റാഫേൽ, മൈക്കൽ ആഞ്ചലോ, അതുപോലെ ലിയനാർഡോ ഡാവിഞ്ചി, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പിന്നെ ഫ്രെഡറിക്കോ ഡാ മോണ്ടഫെൽട്ര, ബാറ്റിസ്റ്റ സഫോസ എഴുതിയിട്ടുള്ള പിയാരോ ഡെല്ല ഫ്രാൻസെസ്കയും, കൂടാതെ പിന്നെ ബെല്ലിനിയുടെ അഗണി ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്ന ചിത്രങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.